ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് ഫുൾ ബോഡി സർക്യൂട്ട് ട്രെയിനിങ് ആണ്. ഏതൊരു വർക്കൗട്ടിന് മുന്നേയും വാമപ്പും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം കൂൾ ഡൗണും ഇമ്പോർട്ടന്റ് ആണ്. ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ 8 സ്റ്റേഷനാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്തുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 8 എക്സസൈസ് നമ്മൾ 45 സെക്കൻഡ്സ് ആണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 45 സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ്സ് ആക്കാവുന്നതാണ്. അതുപോലെ 45 സെക്കൻഡ്സിന് കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 മിനിറ്റും ആക്കാവുന്നതാണ്. അതുപോലെ ഈച്ച് എക്സസൈസിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് ഉണ്ട്. റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സസൈസിൽ നിന്ന് മറ്റൊരു എക്സസൈസിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമാണ്. നമ്മൾ ടോട്ടൽ 4 റൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 8 എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ്. ഓരോ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഫസ്റ്റത്തെ നമ്മുടെ എക്സസൈസ് വന്നിട്ട് സ്ക്വാട്ട് ആണ്. ഹാൻഡ്സ് എപ്പോഴും ഇയേഴ്സിന്റെ പുറകിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് എൽബോ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊറാസിക് കേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകും. സോ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു കിട്ടും. പിന്നെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നീ ഒരിക്കലും ലോക്ക് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. 45 സെക്കൻഡ് സ്ക്വാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എക്സസൈസ് ആയിട്ടുള്ള പുഷപ്പാണ് നമ്മൾ ചെയ്യുന്നത്. പുഷപ്പിന്റെ പൊസിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്ലോറിൽ കിടന്നതിന് ശേഷം ചെസ്റ്റ് ലെവലിൽ ഹാൻഡ് ഒന്ന് ഗ്രിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ഒന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നേരെ പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ടോപ്പ് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ പുഷപ്പ് ചെയ്യാവുന്നതാണ്. സെയിം പാറ്റേൺ തന്നെയാണ്, ജസ്റ്റ് നീലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. നീ പുഷപ്പും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾ പുഷപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ എക്സസൈസ് സ്റ്റാൻഡിംഗ് ബൈസിക്കിൾ ക്രഞ്ചസ് ആണ്. ഹാൻഡ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇയേഴ്സിന്റെ ബാക്കിലായിട്ടാണ്. ഓപ്പോസിറ്റ് എൽബോ ആൻഡ് ഓപ്പോസിറ്റ് നീ ആണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാലൻസ് ഇഷ്യൂ അല്ലെങ്കിൽ കോർഡിനേഷൻ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സൈഡിലും ഇത് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ എക്സസൈസ് ആണ് ബർപ്പീസ്. നമ്മളിത് ജമ്പിങ്ങിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജമ്പ് ചെയ്തതിന് ശേഷം നേരെ ഫ്ലോറിൽ ഫുള്ളായിട്ട് ഡൗൺ ചെയ്യുക, എഗെയിൻ ജമ്പ് ചെയ്യുക. ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംഗിൾ ലെഗ് എടുത്ത് വെച്ച് ജമ്പിങ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നോർമൽ ബർപ്പീസ് തന്നെ നിങ്ങൾക്ക് ഇൻക്ലൈൻ ആയിട്ടും ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ എക്സസൈസ് ആണ് സ്റ്റാൻഡിംഗ് ടോ ടച്ച്. നമ്മൾ ഓൾട്ടർനേറ്റ് ഹാൻഡ് ആൻഡ് ലെഗ് ആണ് ചെയ്യുന്നത്. 2 ഹാൻഡ് അപ്പ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു റിതം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് കോർഡിനേഷൻ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സൈഡ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ എക്സസൈസ് ആണ് GTS. GTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടു സ്റ്റാൻഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ ഒന്ന് പ്രൊണേഷൻ പൊസിഷനിൽ ഒന്ന് ചെയ്യുമ്പോഴാണ് ഒരു റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 45 സെക്കൻഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് കൊടുക്കുന്ന 2 ഹാൻഡ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ 2 ഹാൻഡ് സപ്പോർട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സൈഡ് തിരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എണീക്കാനും കിടക്കാനും പറ്റുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. 7th എക്സസൈസ് വന്നിട്ട് സ്റ്റെപ്പ് അപ്പ് ആണ്. സ്റ്റെപ്പ് അപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഹസാർഡ്സ് ശ്രദ്ധിച്ചിട്ട് വേണം എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഓൾട്ടർനേറ്റ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റ് ലെഗ് ആണ് വെച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ ലെഫ്റ്റ് ലെഗ് ആണ് നമ്മൾ ലീഡിംഗ് ലെഗ് ആയിട്ട് വെക്കുന്നത്. കോർഡിനേഷൻ കുറവുണ്ടെങ്കിൽ ഈ ഒരു റിതം കീപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. 1 2 3 4 1 2 3 4. 8ാമത് നമ്മുടെ എക്സസൈസ് ആണ് ഷോൾഡർ ടാപ്പ്. ഇത് നമ്മൾ പ്ലാങ്കിന്റെ അല്ലെങ്കിൽ പുഷപ്പിന്റെ അപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ഷോൾഡറിൽ ടച്ച് ചെയ്യാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോർ മാക്സിമം എൻഗേജ് ചെയ്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങളുടെ ഹിപ്പ് ട്വിസ്റ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സെയിം നമ്മൾ നീ പുഷപ്പിന്റെ പൊസിഷനിൽ നിന്നിട്ട് ഷോൾഡർ ടാപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് DM ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്ന് ഉപകാരമായിരിക്കും. Thanks for watching.